ഹായ്, എല്ലാവർക്കും ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഞാൻ ഈയിടെ ഓൺലൈനിലൊരു സംഭവം കണ്ടു. അപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. മുംബൈയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. ഓഹോ. അതെ, ഒരു US കോൺസുലേറ്റിന് മുന്നിലെ ഒരു സാഹചര്യം. പിന്നെ അവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു അവസരം കണ്ടെത്തിയത്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം. തീർച്ചയായും. ഇത് ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ വാർത്തയായിട്ട് തോന്നാം, അല്ലേ? പക്ഷെ ഇതിനകത്ത് എന്താ പറയാ, സംരംഭകത്വം, നിയമപ്രശ്നങ്ങൾ, പിന്നെ സുരക്ഷാ കാര്യങ്ങൾ, അങ്ങനെ പലതും വരുന്നുണ്ട്. അതെ അതെ, ശരിക്കും ഒരു സാധാരണക്കാരന്റെ ജീവിത പ്രശ്നം വരെ ഇതിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ശ്രദ്ധ നേടുന്നത് എന്ന് നോക്കാം. അപ്പോൾ സംഭവം നടക്കുന്നത് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സ്, നമ്മൾ BKC എന്ന് പറയില്ലേ, അവിടുത്തെ US കോൺസുലേറ്റിലാണ്. അവിടെ വിസയ്ക്കൊക്കെ വരുന്നവർക്ക് സുരക്ഷാ കാരണം പറഞ്ഞ് ബാഗുകളോ വലിയ ഹാൻഡ് ബാഗുകളോ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് സാധാരണയാണല്ലോ പല എംബസികളിലും കോൺസുലേറ്റുകളിലും. ശരിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കൊണ്ടുവരുന്ന ബാഗുകൾ വെക്കാൻ ഒരു ഔദ്യോഗിക സ്ഥലം, ഒരു ലോക്കർ സൗകര്യം അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഓഹോ, അതാണല്ലേ കാര്യം. അപ്പൊ ആളുകൾ എന്തു ചെയ്യും? ഒരു വലിയ സിറ്റിയില്, അതും ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് അതെ, അങ്ങനെ ഒരു സൗകര്യം ഇല്ല എന്നത് അത്ഭുതം തന്നെ. ഈ ഒരു എന്താ പറയാ ഗ്യാപ്പിലാണ് നമ്മുടെ കഥയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു സാധ്യത കാണുന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തന്റെ ഓട്ടോറിക്ഷ കോൺസുലേറ്റിന് കുറച്ച് പുറത്തായിട്ട് പാർക്ക് ചെയ്തിട്ട് ഈ വരുന്ന ആളുകളുടെ ബാഗുകൾ വാങ്ങി ഓട്ടോയിൽ സൂക്ഷിക്കാൻ തുടങ്ങി. ഒരു തരം താൽക്കാലിക ക്ലോക്ക് റൂം പോലെ. കൊള്ളാലോ ഐഡിയ. ആളുകൾക്ക് വലിയ സഹായമായി ഇത്. കോൺസുലേറ്റ് പോയി വരും വരെ ബാഗ് എവിടെയെങ്കിലും വെക്കണമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് സംരംഭകത്വത്തിന്റെ ഒരു നല്ല ഉദാഹരണമാണ്. ഒരു ആവശ്യം കണ്ടുപിടിച്ചു, അതെ, അതിനൊരു പരിഹാരമുണ്ടാക്കി. ഒരു ഒഫീഷ്യൽ സിസ്റ്റം ഇല്ലാത്തതിന്റെ കുറവ് ഒരാൾക്ക് വരുമാനമാർഗമായി. പെട്ടെന്ന് തന്നെ ഈ സേവനം ശ്രദ്ധിക്കപ്പെട്ടു. ലെൻസ്കാർട്ടിലെ ഒരു പ്രോഡക്റ്റ് ലീഡറുണ്ട്, രാഹുൽ റുപ്പാനി എന്ന് പറയും. അദ്ദേഹം ലിങ്ക്ഡിനിൽ ഇതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടു. അതോടെ സംഭവം വൈറലായി. ഓഹോ, സോഷ്യൽ മീഡിയയിലെത്തിയല്ലേ? അതെ. പിന്നെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ബാഗ് സൂക്ഷിക്കാൻ ഏകദേശം 1000 രൂപ വരെ ചാർജ് ചെയ്തിരുന്നു. എന്റെ ദൈവമേ, 1000 രൂപയോ ഒരു ബാഗിന്? അതെ. ദിവസവും ഏതാണ്ട് ഒരു 20-30 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നുവെന്നും. ഓഹോ. ഇതുവഴി ആ ഡ്രൈവർക്ക് മാസത്തിൽ 5 ലക്ഷം തൊട്ട് 8 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടി എന്നൊക്കെയാണ് ചില വാർത്തകൾ വന്നത്. അത്രയും വരുമാനമോ? അതെ, അതാണ് അതിലെ ഒരു ഞെട്ടിക്കുന്ന കാര്യം. ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഇത്രയും വലിയ തുക. ഈ കണക്ക് കേട്ടിട്ട് തന്നെ അശ്ചയം തോന്നുന്നു. പക്ഷേ ഇവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്, അല്ലേ? അതെ. കാരണം ഈ പരിപാടി മുഴുവൻ അനൌദ്യോഗികമായിരുന്നു. കറക്റ്റ്. US കോൺസുലേറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഹൈ സെക്യൂരിറ്റി സോണാണ്. വളരെ ശരിയാണ്. അവിടെ ഇങ്ങനെ ഒരു അനുമതിയുമില്ലാതെ ആർക്കും എന്തും കൊണ്ടുവെക്കാവുന്ന ഒരു അവസ്ഥ, അത് ശരിക്കും ഒരു സുരക്ഷാ പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായും. അതാണ് പോലീസും ചൂണ്ടിക്കാട്ടിയത്. പരിശോധിക്കാത്ത ബാഗുകൾ ഇങ്ങനെ കൂട്ടിയിടുന്നത് അപകടമാണ്. അതെ, എന്താണെന്ന് ആർക്കറിയാം അതിനകത്ത്. അപ്പോ ഈ വാർത്ത വൈറലായതോടെ അധികാരികളും ശ്രദ്ധിച്ചു. പോലീസ് ഈ ഡ്രൈവറെ മാത്രമല്ല, ഇതുപോലെ അനൌദ്യോഗികമായി ലോക്കർ പരിപാടി നടത്തിയിരുന്ന വേറൊരു 12 പേരെ കൂടി വിളിച്ചു വരുത്തി. ഓഹോ, അപ്പൊ വേറെ ആളുകൾ ഉണ്ടായിരുന്നോ? ശരി, എന്നിട്ട് അവർക്കാർക്കും ഇതിന് ഒഫീഷ്യൽ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. പോലീസ് താക്കീത് കൊടുത്തു, ഈ പരിപാടി ഉടനെ നിർത്തണമെന്ന് പറഞ്ഞു. നിയമപരമായിട്ടും ഇത് ശരിയല്ല, സുരക്ഷാപരമായിട്ടും അപകടം. അതെ, ഇത് കുറച്ചുകൂടി വലിയൊരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് അവസരങ്ങൾ മുതലാക്കുന്നതും നിയമം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും തമ്മിലുള്ളൊരു ക്ലാഷ്. അപ്പോൾ ഫലത്തിൽ വൈറലായ ആ ഒരു സൈഡ് ബിസിനസ് അതോടെ നിർത്തിക്കേണ്ടി വന്നു. അതെ, പോലീസ് ഇടപെട്ടു, ഇനി ആവർത്തിക്കരുതെന്ന് വാർണിംഗും കൊടുത്തു. അപ്പോൾ എന്താണ് ഈ സംഭവം നമ്മളോട് പറയുന്നത്? ഒരു വശത്ത് ഒരു സാധാരണക്കാരന്റെ ബുദ്ധി, അതിജീവിക്കാനുള്ള ശ്രമം, മറുഭാഗത്ത് നിയമങ്ങളും സുരക്ഷയും. അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരാളുടെ ആ ഒരു സംരംഭകത്വ മികവ്, അതിനെ നമ്മൾ അംഗീകരിക്കുമ്പോഴും നിയമം തന്നെയാണ്. പ്രത്യേകിച്ച് പൊതുസുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച പറ്റില്ല. പക്ഷേ എന്താണ് പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഈ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഒരു കുറവ് കൂടിയല്ലേ? ശരിയാണ്. ആവശ്യത്തിന് ലോക്കർ സൗകര്യം അവിടെ കൊടുത്തിരുന്നെങ്കിൽ പക്ഷേ ഈ സാഹചര്യം തന്നെ ഉണ്ടാവുമായിരുന്നില്ല. വളരെ ശരിയാണ്. ഒരു പ്രശ്നത്തിന് പ്രാക്ടിക്കലായ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം അത് നല്ലത് തന്നെ. പക്ഷെ അത് നിയമത്തിന്റെ വഴിക്കാകണം. അതെ. ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈ ഡ്രൈവറുടെ പ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ പ്രചോദിപ്പിച്ചതോ വ്യത്യസ്തമെന്ന് തോന്നിയതോ ആയ അനുഭവങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം theopenmicpodcast@gmail.com. ശരിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ ബാക്കി വെക്കുന്നുണ്ട് ഈ സംഭവം. ഒരുപക്ഷെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതീവ സുരക്ഷാ നിയമങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ അത് സാധാരണക്കാരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കാതിരിക്കാൻ നമ്മുടെ സിസ്റ്റംസ് എന്ത് മുൻകരുതലെടുക്കണം? നല്ല ചോദ്യം. ആ ചിന്തയോടെ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. തീർച്ചയായും.